എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരാണ്. ഇന്നത്തെ വീഡിയോ സുരക്ഷയെക്കുറിച്ചാണ്. ഈ ഒരു ചെറിയ വീഡിയോ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. എല്ലാവരും ഇതൊന്ന് കാണാൻ ശ്രമിച്ചാലും. ഇന്ന് ഒരു ദിവസം പോലും ഒരു അപകട വാർത്തയില്ലാത്ത ഒരു ദിനപത്രം നമുക്ക് കാണാൻ പറ്റില്ല. അതും ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് കൊച്ചുകുട്ടികളാണ്, കൗമാരപ്രായക്കാരാണ്. ഏറ്റവും കൂടുതൽ വാഹനം ഉള്ളതിപ്പോൾ കേരളത്തിലാണ്. ശരാശരി മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലാണ്. അതിലും ഉപരി ഏതാണ്ട് ജനസംഖ്യയുടെ 60% പേരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ഉള്ളത് സ്കൂട്ടറും ബൈക്കുമാണ്, അതായത് ടൂ വീലർ. ഈ ടൂ വീലർ ഉപയോഗിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ കൗമാരപ്രായക്കാരും. സോ ഈ റേറ്റ് ഓഫ് റിസ്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കൗമാരപ്രായക്കാരിലാണ്. ഇതിൽ പലരും അപകടത്തിൽപ്പെടുന്നത് അവരുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. 100% സേഫ്റ്റി ആസ്പെക്ട്സ് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്താൽ 100% സേഫായിരിക്കും, അപകടമില്ലാതായിരിക്കും. ഇവിടെ അപകടങ്ങൾ പതിയിരിക്കുന്ന ചില പ്രധാന മേഖലകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് പോകേണ്ട ചിലയിടങ്ങളിൽ സ്കൂട്ടർ മാത്രമേ കടന്നു പോകാൻ പറ്റൂ, അതെ, ടൂ വീലർ, ഓട്ടോയും പോകില്ല. അപ്പോൾ കാരണം ആൾക്കാർ ശരിക്കൊന്നു നല്ല രീതിയിൽ അനായാസം നടക്കാനോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പാസ് ചെയ്യാനുള്ള വഴി കൊടുക്കാറില്ല. അതൊരു ബാഡ് കൾച്ചറാണ്. ഈ കേരളത്തിൽ കാണിക്കുന്ന ഏറ്റവും ഒരു ശോചനീയമായ മോശമായൊരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അവരൊരു സ്ഥലം വാങ്ങി ഒരു വീട് വയ്ക്കുമ്പോൾ അവരൊരിക്കലും വാഹനം പോണതിൻ്റെ വഴി കൊടുക്കില്ല. പലപ്പോഴും ഒരു അസുഖം പിടിക്കുന്ന ഒരാൾക്കാരാണ് ഒരു ഇടവഴിയിൽ വീടുള്ളവരാണെങ്കിൽ അവർക്കൊന്ന് ഹോസ്പിറ്റലിൽ നടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ അവരൊന്ന് കെയർ ചെയ്ത് വല്ല സ്ട്രക്ചർ ലെവലിൽ കൊണ്ടുപോകാനുള്ള സ്ഥലം വരെ കിട്ടാത്ത പല ഭാഗങ്ങളും കേരളത്തിലുണ്ട്. അത് ഗവൺമെൻറ് അതിനുവേണ്ടി ഒരു ആക്ഷനും എടുക്കാറില്ല. നിയമപരമായിട്ട് അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇനി ഈ കുഞ്ഞു ഇടവഴികളിൽ കൂടി ഈ കൗമാരപ്രായമുള്ള കുട്ടികൾ ബൈക്ക് എടുത്ത് വരുമ്പോൾ ഇവർ വന്ന് എൻ്ററാകുന്നത് സാധാരണ ഉള്ളൊരു റോഡായിരിക്കും, ചെറിയ റോഡായിരിക്കും, അതും വലിയ റോഡായിരിക്കില്ല. ഈ ഇടറോഡിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഈ കുട്ടികൾ ഒരിക്കൽ പോലും റൈറ്റ് ലെഫ്റ്റ് നോക്കാറില്ല. അവർ നേരെ ഒന്ന് മുഖം വെട്ടിച്ച് നോക്കും, അപ്പോഴത്തേക്കങ്ങ് ബൈക്ക് ക്രോസ് ചെയ്യും. ഇവിടെ പതിയിരിക്കുന്ന വൻ അപകടമാണ്. കാരണം ഇവർ ചെന്ന് കയറുന്ന റോഡ് എവിടെ കണക്ട് ചെയ്യുന്നോ അത് സാമാന്യം ഓട്ടോറിക്ഷയും കാറും പോണ റോഡായിരിക്കും. അവിടെ വാഹനങ്ങൾ ഒത്തിരി അനവധി കാണും. അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ ഡേഞ്ചറാണ്. എന്തായിരുന്നാലും ശരീരത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ഈ ചെറിയ റോഡും കഴിഞ്ഞാൽ പിന്നെ ഇവർ എൻ്ററാകുന്നത് സാധാരണ നോർമൽ അത്യാവശ്യം ട്രാഫിക്കുള്ള റോഡായിരിക്കും. ഈ അത്യാവശ്യം ട്രാഫിക്കുള്ള റോഡിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ചെന്ന് ഒരിക്കലും വണ്ടി സ്റ്റോപ്പ് ചെയ്യില്ല. ഇവിടെയും ഇവർ റൈറ്റ് ഒന്ന് നോക്കും, ലെഫ്റ്റ് ഒന്ന് നോക്കും. ദൂരെ നിന്ന് വണ്ടി വന്നാൽ അവർ ലൈറ്റൊക്കെ ഇട്ടായിരിക്കും വരിക. ഈ ഇടറോഡിൽ നിന്നും വന്ന് കയറുന്നവർക്ക് ആ വരുന്ന വാഹനം എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല, വരികയാണെന്ന് അറിയാൻ പറ്റില്ല. വളരെ ഫാസ്റ്റായിരിക്കും. ഇവർ കുഴപ്പമില്ല, ഈവൻ കുറച്ചടുത്ത് അത് ക്രോസ് ചെയ്യാനുള്ള സമയം ഇല്ലെങ്കിൽ തന്നെയും ഇവർ പുതിയ ബൈക്കായിരിക്കും എടുത്തിരിക്കുക. അപ്പോൾ അതൊരു സ്റ്റൈലിട്ട് ഒന്ന് ഇച്ചിരി ആക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അവനിങ്ങനെ പറക്കും. അങ്ങനെയൊക്കെയാണല്ലോ ഇവർ ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ
അതിന് ആ വരുന്ന വണ്ടിയെ പാസ് ചെയ്യാനുള്ള സമയം കൊടുക്കാതെ നേരെ ഇവരങ്ങോട്ട് കുറുക്കിട്ട് ചാടും. അതിലുണ്ടാകുന്ന ആ ഒരു ആക്സിഡൻറ്റിൽ ദർ ഇസ് നോ ചാൻസ് ടു എസ്കേപ്പ്. രക്ഷപ്പെടാനുള്ള ഒരു കാരണം മറ്റേ വണ്ടി നല്ല സ്പീഡിലാണ് വരുന്നത്. ഇവനിടിച്ച് തെറിപ്പിക്കും, മരണം അപ്പോൾ സംഭവിക്കും. അതല്ലെങ്കിൽ കയ്യോ കാലോ ഹെഡ് ഇഞ്ചുറി എന്തെങ്കിലും അങ്ങ് സംഭവിക്കും, ഇവൻ ഒരു വികലാംഗനായിട്ട് അങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ ഇവൻ്റെയൊക്കെ പ്രായം കഷ്ടിച്ച് ഒരു 18-20 വയസ്സേ കാണത്തുള്ളൂ. ഇതെല്ലാം ചോരത്തിളപ്പിൻ്റെ ഭാഗമാണ്. ഇവിടെ വീട്ടുകാരെ ഒന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. മിക്കവാറും നടക്കുന്ന ഈ മരണങ്ങളിൽ പിന്നാലെ വേറൊരു സുഹൃത്തും കൂടെ കാണും, രണ്ടും ഒന്നിച്ചാണ് പോവുക. പക്ഷേ ഞാൻ വിമർശിക്കുകയല്ല, സ്വന്തം ജീവിതത്തെ സുരക്ഷിതമാക്കാനുള്ള മൈൻഡ് ആർക്കില്ലയോ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലയോ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വേസ്റ്റ് ക്യാരക്ടറാണ്. ആ കഥാപാത്രങ്ങളുണ്ട് ലോകത്തിന് ഒരു ഗുണവും കാണില്ല. നമ്മളെപ്പോഴും ഒന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ വാഹനത്തിരിക്കുമ്പോഴും നമ്മൾ എവിടെ മൂവ് ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിക്കണം, നമ്മുടെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ ബന്ധുജനങ്ങളുണ്ട്, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്. ഈ ഒരു ഓർമ്മ ഏത് മനുഷ്യനിൽ ഏത് കുട്ടീനുണ്ടാകുന്നോ അവനൊരിക്കലും ആക്സിഡൻ്റ് ഉണ്ടാവില്ല. കാരണം ആ പക്വതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി മാറുകയാണ്. ആ പക്വത അവൻ്റെ ഡ്രൈവിങ്ങിലും അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ എല്ലാത്തിലും കാണും. സോ ഈ വീഡിയോ കാണുന്ന കൗമാരപ്രായക്കാരോടൊന്ന് പറയുകയാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചാണ്. നിങ്ങളുടെ പേരൻസ് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി, ഒരുപക്ഷെ അവർക്ക് നിവൃത്തിയില്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ ആവശ്യങ്ങളെ സഫലീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും ലോണോ അതൊക്കെ എടുത്ത് നിങ്ങൾക്കൊരു ബൈക്ക് വാങ്ങി തരികയാണ്. ആ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുന്ന കണക്കായിരിക്കും നിങ്ങൾ പലതും കാട്ടിക്കൂട്ടുന്നത്. അവിടെയാണ് നിങ്ങൾ അപകടത്തിൽ പെടുന്നത്. എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തന്ന ആ മാതാപിതാക്കൾക്ക് ഉണ്ട് ചില മോഹങ്ങൾ. എൻ്റെ മോനാണ് അല്ലെങ്കിൽ എൻ്റെ മോളാണ്. ഇതിൽ പെൺകുട്ടികളും ഒട്ടും പിന്നിലല്ല. പെൺകുട്ടികളും സ്പീഡിലൊന്നും കുഴപ്പമില്ല, അവരും ഏതാണ്ട് ആണുങ്ങളൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ അവരുടെ റേറ്റ് ഓഫ് ആക്സിഡൻറ്റ് ശകലം കുറവാണ്. ബട്ട് അവരും ആക്സിഡൻ്റ് ആകുന്നുണ്ട്. അവരും ഞാൻ കാണാറുണ്ട്, പല പെൺകുട്ടികളും പോണ ആ ഒരു സ്പീഡെന്ന് വെച്ചാൽ നല്ല സ്പീഡിലാണ് പോവുക, സേഫായിരിക്കട്ടെ. അപ്പോൾ ഈ കുട്ടികളോട്, ഈ റാഷ് ഡ്രൈവ് ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ വാഹനം നിശ്ചിത സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ ബസ്സിന് കാത്തു നിൽക്കാതെ എത്തേണ്ട സ്ഥലത്തെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വാഹനം, അത് നിങ്ങൾ സുരക്ഷിതമായി ഈ വാഹനത്തെ സൂക്ഷിക്കുകയും സുരക്ഷിതമായി ആ വാഹനം ഡ്രൈവ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ എടുത്തു തരുന്ന ഈ വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി കൈയൊടിയോ കാലൊടിയോ തീർന്നാൽ നഷ്ടമാർക്കാണ്. ഫസ്റ്റ് നിങ്ങളുടെ പേരൻസിനും നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടം, പിന്നെ നിങ്ങൾക്ക് തന്നെ നഷ്ടമാകുന്നു. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജിൽ പെടുകയാൽ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർ നിങ്ങളുടെ വായിൽ കഞ്ഞി ഒഴിച്ചു തരും, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു തരും. നിങ്ങളുടെ ബോഡി ക്ലീൻ ചെയ്യാൻ അച്ഛനും അമ്മയൊക്കെ കാണും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ ഇല്ലാത്തൊരു സമയത്ത് നിങ്ങളെങ്ങനെ ജീവിക്കും? നിങ്ങൾ വളരെ ശോചനീയമായിരിക്കും. വെറും ഒരു വേസ്റ്റ് ക്യാരക്ടർ പോലെ നിങ്ങൾ ജീവിതത്തിൽ ഈ ലോകത്ത് ജീവിക്കേണ്ടി വരും. ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. ഇംഗ്ലീഷ് പറയും ഡു ആർ ഡൈ. നിങ്ങൾക്കൊന്നും നല്ലത് ചെയ്യാൻ പറ്റിയില്ല അങ്ങോട്ട് മരിക്കാൻ വെച്ചാൽ ആത്മഹത്യ ചെയ്യണമെന്നല്ല. ഇത് നിങ്ങൾ ചെയ്യുന്ന നല്ലത് ചെയ്യുക. നിങ്ങൾ നല്ല ചെയ്താൽ നിങ്ങൾക്ക് ഡൈ ആകത്തില്ല, നിങ്ങൾ ആക്സിഡൻറ്റും ആകത്തില്ല, നിങ്ങൾക്ക് മരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നു, ഡ്രൈവ് ചെയ്യുന്ന കുട്ടികളോട് പറയുകയാണ്, കൗമാരക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അതിനാവശ്യമുള്ളതിന് മാത്രം എടുത്ത് ഉപയോഗിക്കുക. എല്ലായിടത്തും ഈ ബൈക്കും കൊണ്ട് പോകേണ്ട കാര്യമൊന്നും, നടന്നു പോകുന്ന സ്ഥലത്തും ഈ ബൈക്ക് എടുത്ത് പോകേണ്ട കാര്യമില്ല.
പിന്നെ ചില കൊച്ചു പയ്യന്മാരുടെ പണി ഈവൻ സ്കൂട്ടറിൽ കൂടെ ആസ്വദിച്ചിട്ട് ഈ വർഷാപ്പുകാരെ കൊണ്ട് ഇതിൻ്റെ സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണെന്നറിയില്ല, എന്തിനാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്. ചില ബൈക്കിൽ ഈ സൗണ്ടും ഇങ്ങനെ ആക്സിൽ കൊടുത്ത സൗണ്ട് ഒരു ഇടിവെട്ട് സൗണ്ടുമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. വാട്ട് യു ആർ ഗെയിനിങ്? നിങ്ങളൊന്നും ഗെയിൻ ചെയ്യുന്നില്ല, നിങ്ങളങ്ങ് മറഞ്ഞു പോവുകയാണ്. ഇങ്ങനെ ഈ പോയിപ്പാണ് പലരും മൊത്തം ലോകത്തിൽ നിന്നേ മറഞ്ഞു പോണത്. ഒരു എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് ഒരു ഷോറൂമെന്ന് ഒരു മാനുഫാക്ചർ വണ്ടി നിങ്ങളെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ആ വണ്ടി എടുത്ത് നേരെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് പോകും. ആ മോഡിഫിക്കേഷൻ പോയി നിങ്ങളെ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ അത് പോലീസുകാർ പിടിച്ചാൽ അതിന് പെനാൽറ്റി അടിക്കും. പക്ഷേ എങ്കിലും അവരെല്ലാം കണ്ണു വെട്ടിച്ച് നിങ്ങൾ ഈ മോഡിഫിക്കേഷൻ നടത്തി നിങ്ങൾ പോകാറുണ്ട്. സോ സാധിച്ചാൽ നിങ്ങൾ വണ്ടി എടുക്കുന്ന വണ്ടിയിൽ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാതിരിക്കുക. കിട്ടുന്ന വണ്ടി അതേപോലെ അവരുടെ മാനുഫാക്ചറിങ് മാനുവൽ കാണുക, അതനുസരിച്ച് വണ്ടി ഡ്രൈവ് ചെയ്യുക. നോർമൽ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്, ഒരു കൂട്ടുകാരനെ വണ്ടിയിൽ നിങ്ങൾ ലിഫ്റ്റ് കൊടുക്കും, നിങ്ങൾ എവിടെ പോയാലും അവൻ്റെ സുരക്ഷിതത്വം നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്തെങ്കിലും അപകടം പറ്റിയാൽ രണ്ടുപേർക്കും ഒന്നിച്ച് അത് സംഭവിക്കും. ജീവനെന്നുള്ളത് വിലയുള്ളതാണ്, അതിന് വിലയില്ലാത്തതാക്കരുത്. നിങ്ങൾ അങ്ങനെ വിലയില്ലാത്തതാക്കണമെങ്കിൽ നിങ്ങൾ ഒരു വേസ്റ്റ്, ആ കുട്ടികളെല്ലാം ഒരു വേസ്റ്റ്, ലോകത്തിനെ ഒരു വേസ്റ്റാണ്, ടോട്ടൽ വേസ്റ്റ് ക്യാരക്ടറാണ്. നിങ്ങൾ വേസ്റ്റ് ക്യാരക്ടർ ആകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസ് വേസ്റ്റ് ക്യാരക്ടർ ആക്കാൻ വേണ്ടിയല്ല ജന്മം തന്ന്, അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അവർ പെടാപ്പാട് വിടുന്നു, അതൊന്ന് ഓർക്കുക. സോ കുട്ടികളോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു, ഇപ്പോൾ ഹോളിഡേ സമയമാണ്. ഈ ഹോളിഡേയുടെ കൂട്ടം കൂടെ ഇരുന്ന് വല്ല ഊട്ടിയിലും അവിടെ ഇവിടെയൊക്കെ ഈ ടൂറൊക്കെ പോകണമെങ്കിൽ കയ്യിൽ നിന്ന് കൺട്രോൾ ചെയ്യുക. ആ ടൂ വീലറുള്ള യാത്ര ഒന്ന് ഒഴിവാക്കുക. ബൈ യു ടേക്ക് ട്രെയിനോ ബസ്സോ എന്തെങ്കിലും പിടിച്ച് അങ്ങനെ അങ്ങോട്ട് പോകാൻ നോക്കുക. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ കഴിയുന്നതും ഒരാളെ ലിഫ്റ്റ് കൊടുക്കാതിരിക്കില്ല. വഴിയിൽ നിൽക്കുന്ന ആളെ ലിഫ്റ്റ് എടുത്ത് നാളെ നിങ്ങൾ ആക്സിഡൻ്റ് അയാളും കൂടെ ആക്സിഡൻ്റായാണ്, പിന്നെ അതിനും കൂടെ വീട്ടുകാർ ഉത്തരം പറയും. അതുകൊണ്ട് റെഗുലേഷൻ, ട്രാഫിക് നിയമങ്ങൾക്ക് അനുസരിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുക, അത് വളരെ പ്രധാനമാണ്. എങ്കിൽ നിങ്ങളും സേഫാകും, റോഡിൽ നടന്നു പോകുന്നവരും സേഫാകും. എല്ലാവരും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാണുന്നവർ ആരിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാതിരിക്കട്ടെ. നല്ല സേഫായിട്ട് നിങ്ങളുടെ വാഹനം ഉപയോഗിക്കുക. കാണാം മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.